വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൻ്റെ അനിവാര്യമായ ഭാഗം തന്നെയാണ്. എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും വെല്ലുവിളികളോടുള്ള നമ്മുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. അവയെ തരണം ചെയ്യാനും കൂടുതൽ ശക്തരാകാനുമുള്ള നമ്മുടെ കഴിവിനെ രൂപപ്പെടുത്തുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി നമുക്ക് കഥയിലേക്ക് പോകാം. പണ്ടൊരു ചെറിയ ഗ്രാമത്തിൽ കിരൺ എന്നൊരു കർഷകൻ താമസിച്ചിരുന്നു. കഠിനാധ്വാനിയായിരുന്നു അദ്ദേഹം. എല്ലാ സീസണിലും അവൻ തൻ്റെ വയലിൽ വിശ്രമമില്ലാതെ അധ്വാനിക്കുകയും വിത്ത് നടുകയും നനയ്ക്കുകയും അവയ്ക്ക് വളരാൻ ആവശ്യമായതെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. വർഷം തോറും അവൻ്റെ വിളകൾ തഴച്ചു വളർന്നു. ഗ്രാമവാസികൾ അവൻ്റെ വിജയത്തെ അഭിനന്ദിച്ചു. എന്നിരുന്നാലും ഒരു വർഷം ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് ആ ഗ്രാമത്തിൽ ആഞ്ഞടിച്ചു. മഴ ശമനമില്ലാതെ പെയ്തു. കൂടെ അതിഭയാനകമായ കാറ്റും. സമീപത്തെ നദിയിലെ വെള്ളം വയലുകളിലേക്ക് ഒഴുകി. തൻ്റെ വിളകൾ നശിക്കുന്നത് കിരണിന് ഭയപ്പാടോടെ നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ. മണ്ണ് ചെളിയായി മാറി. ഒരു കാലത്ത് മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വയൽ. ഇപ്പോൾ തരിശായി. കൊടുങ്കാറ്റ് അവൻ്റെ വിളകളെ നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അത് അവൻ്റെ ഉപജീവനത്തിന് തന്നെ ഭീഷണിയായി. കിരൺ നിസ്സഹായനായി. ദിവസങ്ങളോളം അവൻ തൻ്റെ വീട്ടിലിരുന്നു. ചുഴലിക്കാറ്റ് പ്രകൃതിയുടെ ഒരു പ്രവൃത്തിയാണെന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞ് ഗ്രാമവാസികൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്തു, പക്ഷേ ഇപ്പോൾ എല്ലാം പോയി. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ ജീവിക്കും? ഇതെല്ലാം ആലോചിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചുകൂട്ടി. ഒരു സുപ്രഭാതത്തെ അവൻ നശിച്ച ആ വയലിലൂടെ നടക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന വൃദ്ധനെ കണ്ടു. ആ മനുഷ്യൻ മുഖമുയർത്തി ചോദിച്ചു, എന്തിനാണ് സുഹൃത്തെ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? കിരൺ നെടുവീർപ്പെട്ടു. കൊടുങ്കാറ്റും വിളകളുടെ നാശവും അതിനെ തുടർന്നുള്ള തൻ്റെ നിരാശയും വിശദീകരിച്ചു. ഇനി എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാം നശിച്ചു. ഇനി ഞാൻ എന്തു ചെയ്യും? വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ മരം കാണുന്നുണ്ടോ? പല കൊടുങ്കാറ്റുകളും കടന്നു പോയിട്ടുണ്ട്. കാറ്റതിനെ വളച്ചിരിക്കുന്നു. ചിലപ്പോൾ അതിൻ്റെ ഇലകൾ പോലും നഷ്ടപ്പെട്ടു. പക്ഷേ അതിപ്പോഴും നിലനിൽക്കുന്നു. കൊടുങ്കാറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയല്ല വേണ്ടത്, പിന്നീട് എങ്ങനെ ശക്തമായി നിലകൊള്ളാം എന്നതിലാണ് പ്രധാനം. കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും ഈ മരം വളരാൻ പഠിച്ചതുപോലെ നിങ്ങളും പുനർനിർമ്മിക്കണം. പിന്നീട് വൃദ്ധന്റെ വാക്കുകളെക്കുറിച്ച് കിരൺ ആഴത്തിൽ ചിന്തിച്ചു. സംഭവിച്ചത് മാറ്റാൻ കഴിയില്ലെങ്കിലും താൻ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കി. അദ്ദേഹം തൻ്റെ വയലിലേക്ക് മടങ്ങി. നഷ്ടപ്പെട്ടതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എങ്ങനെ പുനർനിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ജലസേചന സംവിധാനം നന്നാക്കുകയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും പുതിയ വിത്തുകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. ഇതത്ര എളുപ്പമായിരുന്നില്ല. ജോലി ചെയ്ത് പലപ്പോഴും ക്ഷീണിച്ചു. എല്ലാ ദിവസവും അവന് തിരിച്ചടികൾ നേരിട്ടു. മണ്ണപ്പോഴും നനഞ്ഞിരുന്നു. കാലാവസ്ഥ അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ അവൻ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരുന്നു. തൻ്റെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങളിലല്ല, തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഓരോ ദിവസവും ചെറിയ ചുവടുകൾ വെച്ചു. സീസണിന്റെ അവസാനത്തോടെ കിരണിന്റെ വിളകൾ പതുക്കെയാണെങ്കിലും വീണ്ടും വളരാൻ തുടങ്ങി. അവ മുമ്പത്തെ പോലെ സമൃദ്ധമായിരുന്നില്ല. എന്നാൽ അവനും അവൻ്റെ കുടുംബത്തിനും നിലനിൽക്കാൻ അവ മതിയായിരുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തൻ്റെ കൃഷിയിടം ശക്തമാക്കാൻ കൊടുങ്കാറ്റിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ വയലുകൾ പുനർനിർമ്മിച്ചു. തിരിച്ചടികൾക്ക് ശേഷം ഉയരാനും വെല്ലുവിളികളോട് പൊരുത്തപ്പെടാനും മുന്നോട്ട് പോകാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് പ്രധാനം. അതിശക്തമായ വെല്ലുവിളികൾക്കിടയിലും പ്രത്യാശയും ദൃഢനിശ്ചയവും കൊണ്ട് വീണ്ടെടുക്കലിലേക്കും നവീകരണത്തിലേക്കും നമ്മെ നയിക്കുന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. ജീവിതം പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എന്നാൽ അവയെ തരണം ചെയ്യാനും പുനർനിർമ്മിക്കാനുമുള്ള മനക്കരുത്ത് ആവശ്യമാണ്. കൊടുങ്കാറ്റ് നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലായിരിക്കാം, എന്നാൽ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് നിർണ്ണയിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിന് അല്ലാത്ത സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നു. കിരണിനെ പോലെ നമുക്ക് പരാജയങ്ങൾ അനുഭവപ്പെടാം. അത് നമ്മെ പരാജയപ്പെടുത്തുന്നു.
എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള താക്കോൽ നമ്മുടെ പ്രതികരണത്തിലാണ്. നഷ്ടങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മുടെ ചിന്താഗതി മാറ്റി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കിരണിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പുനർനിർമ്മിക്കാനും പൊരുത്തപ്പെടാനും വളരാനും ചെറിയതും സ്ഥിരതയുള്ളതുമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ശക്തി കണ്ടെത്താനാകും.